സാറിനെ ആദ്യം കണ്ടപ്പോ സാറിപ്പോ കവിത ഏതെങ്കിലും ഒരെണ്ണം ചൊല്ലിച്ചിട്ടുണ്ടാവുമല്ലോ, മോൾ ആദ്യമായിട്ട് സാറിന് ചൊല്ലിക്കൊടുത്ത കവിത ഏതായിരുന്നു? മനുഷ്യനാകണം. അപ്പൊ അത് 4 വരെയാണ് ചൊല്ലിക്കും. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം. മലയാളി അസോസിയേഷൻകാരൻ വീഴ്ത്തിയ കവിത ഏതാണെന്ന് അറിയണ്ടേ? വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. സാറിന് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു ഗാനമാണ്. അത് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയൊന്ന് തിരികെ നടക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം, ഇനിയൊന്നു തിരികെ നടക്കണം. ലളിതഗാനം ചൊല്ലിയത് ഓർമ്മയുണ്ടോ? സരയൂ നദിയുടെ തീരത്തിരുന്ന് കരയുന്നതാരേ സന്ധ്യയിൽ. മതി എന്റെ കുട്ടിയെ ശപിച്ചത്. സ്വന്തം മോൻ വഴിപിഴിച്ച് പോയതിന് കുറ്റം ഈ കുഞ്ഞിന്. മക്കളെ വളർത്തിയതിന്റെ കുഴപ്പമാ. ആഹാ, അത്രയ്ക്കായോ? എന്റെ വീട്ടിൽ നിന്നിട്ട് എന്റെ നേരെ വിരലു ചൂണ്ടുന്നു. കോത്തി അരിഞ്ഞാൻ. പിന്നെ കവിത അന്ന് ഏത് മത്സരത്തിന് ഏത് കവിതയാ ചൊല്ലിയത്? മാപ്പു നൽകൂ പ്രിയവനജ്യോത്സ്നേ, നീ മാപ്പു നൽകുമോ സ്നേഹിച്ച തെറ്റിനായി. ഈ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗ്യമാണ് ഈ മകള്. ഒരു കവിത കൊണ്ടുവന്ന ശക്തി, ഒരു കവിതയുടെ ശക്തിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഇപ്പം ഇവിടെ തറക്കല്ലായിട്ട് വീടിനുള്ള തറക്കല്ലിടാനും ഇങ്ങനൊരു സ്ഥലം അവർക്ക് സ്വന്തമാക്കാനും ഒക്കെ കഴിഞ്ഞത് ഈ കൊച്ചുമിടിക്ക് കാരണമാണ്. ഒരു മോളേ ഉള്ളൂ? ഒരു മോളേ ഉള്ളൂ. ഒത്തിരി ലേറ്റായിട്ട് കിട്ടിയ 18 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയ മോളാ. 18 കൊല്ലം കഴിഞ്ഞിട്ടൊരു മാണിക്യത്തെ ഡബിങ് ചെയ്യുന്നുണ്ട്. ഡബിങ് ഒരു ഫിലിമില് ഒരു തെലുങ്ക് സിനിമ മലയാളം ഡബ് ചെയ്ത കാട്ടമരായിട് എന്ന് പറഞ്ഞ സിനിമയില് നാസറിന്റെ വീട്ടിലൊരു നാസറിന്റെ ഒരു ചെറുകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നും സമ്മതം എന്ന് പറഞ്ഞ സീരിയലിന് ഒരു കുട്ടിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. മോള് ഈ സിനിമ പാട്ടൊക്കെ പാടുവോ? ഏതാ മലയാളം ഒരു ഫിലിം സോങ് പാടാമോ? പാടിക്കും. പള്ളിയരമന വെള്ളിയരമനയിൽ പൊന്നു കൊണ്ടൊരാൾ രൂപം, ചിത്രമണിയറ മുത്തുമണിയറയിൽ ശില്പി തീർത്തൊരാൾ രൂപം, സ്വപ്നശില്പി തീർത്തൊരാൾ രൂപം, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ. ഇപ്പൊ ഈ കവിത നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നത് ഒരു ഹിറ്റായ പടത്തിലെ വരികളായിട്ടാണ്. അപ്പൊ ആ ട്യൂണിൽ മോക്കൊന്ന് പാടാൻ പറ്റുമോ? അപ്പൊ ഒന്ന് പാടിക്കാം. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ. ഇനി ഏതാ ചൊല്ലാൻ പോകുന്നത്? ബാഗ്ദാദ്. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്, ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. മോൾക്ക് കവയത്രിമാരിൽ ആരുടെ കവിതയാ കൂടുതൽ ഇഷ്ടം? സുഗതകുമാരി ടീച്ചറിന്റെ. സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിത 4 വരി ചൊല്ലി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി, മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി,
ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കവിതാ സാഹിത്യ രംഗത്ത് പ്രശസ്തനായ വ്യക്തിയാണ് ശ്രീ മുരുകൻ കാട്ടാക്കട. ജനഹൃദയങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കവിതകളിലൂടെ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു. ഒരിക്കലെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ കവിത കേട്ടിട്ടും ഉണ്ടാവും, മൂളിയിട്ടും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കവിത കുഞ്ഞുനാളിലെ ചൊല്ലി വളരെയധികം പ്രശസ്തി നേടിയ ഒരു കുട്ടിയാണ് ദേവിക. ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ കവിത ചൊല്ലി ദേവിക ഇന്ന് ഒരു വീട് കൂടി സ്വന്താക്കിയിരിക്കുന്നു. ഇന്ന് ഞാൻ ദേവികയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. അടിപൊളി. അപ്പൊ ഇതാണ് ദേവിക മോള്. നമ്മളെ ക്യാമറ കാണുമ്പോൾ വെച്ച് വരുമ്പോൾ തീരെ കുഞ്ഞു കുട്ടിയാണ് മോളെ. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മോള് കവിത ചൊല്ലി തുടങ്ങിയത് ഏത് വയസ്സിലാണ്? ഒരു 5-6 വയസ്സൊക്കെ ആയപ്പോ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 9 വയസ്സായി. ആണ്. അപ്പൊ ഇതാരാ ഇതിന് പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്നത്? ആരാണ്? എന്താ ഇങ്ങനെ കവിത പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത് എങ്ങനെ? അത് അച്ഛനാണ് പറഞ്ഞത്, ഇതുപോലെ മോൾക്ക് അക്ഷരസ്ഫുടത വരാൻ വേണ്ടി നമുക്കൊന്ന് കവിത പഠിപ്പിച്ച് നോക്കാന്ന്. അപ്പോഴും അച്ഛൻ ആദ്യമായിട്ട് സാറിൻ്റെ കവിത മനുഷ്യനാകണം പഠിപ്പിച്ചു. അപ്പോൾ എനിക്ക് കവിതകളുടെ കൂടെ എനിത്തിരി പഠിക്കണമെന്നൊരാഗ്രഹം തോന്നി, അങ്ങനെ പഠിച്ചതാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞിട്ടാണോ മോള് ചൊല്ലുന്നത്? ചെറുതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാകും, ചിലതിൻ്റെത് അങ്ങനെയൊന്നും മനസ്സിലാവാറില്ല. മോള് ശ്രീ മുരുകൻ കാട്ടാക്കട സാറിന്റെ കവിതയാണ് കൂടുതലും ചെല്ലുന്നത്. അതല്ലാതെ മറ്റുള്ളവരുടെ കവിത ഇഷ്ടമാണോ? ആണ്. കവിത പൊതുവെ ഇഷ്ടമാണ്. അല്ലാതുള്ള പാട്ടൊക്കെ പാടുമോ? സിനിമ പാടുമോ? പിന്നെ പാട്ടിനകത്ത് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുള്ളത് ആരാണ് ഇവിടെ എപ്പോഴും പ്രോത്സാഹനം തരുന്നത്? അത് അച്ഛനും അമ്മയും രണ്ടുപേരും. അമ്മ പാടുവോ? അങ്ങനെ അമ്മ പാടാറില്ല, പക്ഷെ അമ്മ എഴുതി വെച്ചെനിക്ക് പഠിപ്പിച്ചു തരും. അച്ഛനും അമ്മയും പാടാറില്ല? ഇല്ല. രണ്ടുപേർക്കും താല്പര്യമാണ് കവിത. സ്കൂളിലൊക്കെ നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ? സ്കൂളിലൊക്കെ നല്ല പ്രോത്സാഹനം. ഇവിടെ ഫ്ലവേഴ്സ് ചാനലിലേക്ക് ആരാ കൊണ്ടുപോകുന്നത്? ഫ്ലവേഴ്സ് ചാനലിൽ കൊണ്ടുപോയതല്ല, അന്ന് സാറിനെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു മോളെയും കൂടെ കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഫ്ലവേഴ്സിൽ പോയത്. അതിനുശേഷം പിന്നെ 2 പ്രാവശ്യം പോയിട്ടുണ്ട് ഫ്ലവേഴ്സിൽ. പിന്നെ അതിനുശേഷം വേറെ വേറെ പരിപാടികൾക്കും അല്ലാതെ എല്ലായിടും പോകാറുണ്ട്. ഇപ്പൊ ഈ ശ്രീ മുരുകൻ കാട്ടാക്കട സാറ് മോളെ ശ്രദ്ധിക്കാനുണ്ടായ സംഭവം എങ്ങനെയാണ്? എന്ന് വെച്ചാൽ മോളിപ്പോ കവിത ഇപ്പൊ ഒരുപാട് കുട്ടികളുണ്ടാവാം, കവിത ചൊല്ലുന്നവര് അല്ലാതെ വലിയവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ മോളെ എങ്ങനെയാണ് മുരുകൻ കാട്ടാക്കട സാറ് അറിയുന്നത് എങ്ങനെ? അത് ഞാൻ കവിതകൾ പാടിയിട്ട് ഞാൻ പറഞ്ഞു ആദ്യം അനിൽ പനച്ചൂരാൻ സാറിനെ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ സാറ് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞു കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം പറഞ്ഞു മുരുകൻ കാട്ടാക്കട സാറിന് കാണണമെന്ന്. അപ്പോൾ അച്ഛൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്പർ എടുത്ത് അതിൽ വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പറും ഒക്കെ എടുത്ത് അപ്പം ഞാൻ പാടുന്ന പാട്ടുകളെല്ലാം സാറിന് അയച്ചു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇവർ രണ്ടുപേരും സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ സാറിനെ മോൾക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് മോളെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ സിറ്റിയിൽ വെച്ചൊരു വയലാർ സാംസ്കാരിക വേദിയിൽ വെച്ച് അവിടെ വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്.
അതായിരുന്നു ഫസ്റ്റ് കാഴ്ച. സാറിനെ ആദ്യം കണ്ടപ്പോ സാറിപ്പോ കവിത ഏതെങ്കിലും ഒരെണ്ണം ചൊല്ലിച്ചിട്ടുണ്ടാവുമല്ലോ, മോൾ ആദ്യമായിട്ട് സാറിന് ചൊല്ലിക്കൊടുത്ത കവിത ഏതായിരുന്നു? മനുഷ്യനാകണം. അപ്പൊ അത് 4 വരിയാണ് ചൊല്ലിക്കും. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം. പിന്നെ അനിൽ പനച്ചൂരാൻ സാറിന് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, സാറിന്റെ ഏതെങ്കിലും 2 വരിയും കൂടെ, അത് കവിതയുടെ 2 വരിയും കൂടെ ചൊല്ലും. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു, ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്റ്റാൻഡേർഡാ? ഇപ്പൊ 3-ൽ, 4-ാം ക്ലാസ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? GTLPS പെരിങ്ങാറുമൂല, കണ്ണമ്പള്ളി. അപ്പൊ ഇപ്പൊ സാറിന്റെ കൂടെ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടോ? ഇപ്പോൾ സാറിന്റെ കൂടെ ഒരു പ്രോഗ്രാമിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. സാർ എപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ടോ? സാറിന് നമ്മൾ അങ്ങോട്ട് വിളിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം വീടിന്റെ തറക്കല്ലിന്റെ ഇതൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ സാറിനെ വിളിക്കാറൊക്കെ ഉണ്ട്. അല്ല, ഈ വീടിന്റെ തറക്കല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ വീട് ഇപ്പൊ ആരാ തരുന്നത്? സാർ അമേരിക്കയിലായിരുന്നപ്പോ അവിടുത്തെ മലയാളി അസോസിയേഷൻ അവരോട് പറഞ്ഞു, ഇതേപോലെ ഈ മോക്ക് അന്നൊരു ദിവസം സാറ് പറഞ്ഞു, അന്ന് രാവിലെ ഒരു വൈകുന്നേരമൊക്കെ രാത്രി എന്തോ ആയപ്പോ സാറ് പറഞ്ഞു, 4 മണിക്ക് നീ എണീക്കുക, വീഡിയോ കോള് ഞാൻ വിളിക്കുക, അപ്പോഴവിടുത്തെ അവർക്ക് ഒരു പാട്ട് പാടി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ആദ്യമായിട്ട് പാടിയത് വലയിൽ വീണ കിളികളായിരുന്നു. അപ്പോഴത്തേക്കും അതിനുശേഷമാണ് സാറ് പറയുന്നത്, ഈ മോള് വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഈ മോക്കൊരു വീട് വെച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് സാറ് ഈ വീട് വെച്ച് തരാൻ വേണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഈ വീഡിയോ കോളിൽ വിളിച്ചത്. പക്ഷെ മോള് പാടിയത് അനിൽ പനച്ചൂരാൻ സാറിന്റെ കവിതയായിരുന്നു. അപ്പൊ അത് ആ ചൊല്ലിയ കവിത 4 വരിയൊന്ന് ചൊല്ലിക്കേ. ആ മലയാളി അസോസിയേഷൻകാരൻ വീഴ്ത്തിയ കവിത ഏതാന്ന് അറിയണ്ടേ? വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. അപ്പൊ ഇത് കേട്ട ഉടനെ സാറ് പിന്നെന്തോ പറഞ്ഞത്? അപ്പോഴവിടുത്തെ എല്ലാവരും കൊള്ളാം, എല്ലാവരും എനിക്ക് ഹായും ഉമ്മയും എല്ലാം തന്നു, നല്ല അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ എഴുന്നേറ്റു? 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായിരുന്നു. അതിനുശേഷം സാറ് പറഞ്ഞു, ഒരു കവിത മാത്രമേ ചൊല്ലിയോളൂ. ഒരു കവിത മാത്രം ചൊല്ലാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സാറ് വീണ്ടും വിളിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് ഫ്ലവേഴ്സിലൊക്കെ പോയി, അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ. അപ്പൊ ഈ വീടിന്റെ കാര്യം എപ്പോഴാ മോളോട് പറഞ്ഞത്? വീടിന്റെ കാര്യം നമ്മൾ ഒരു ദിവസം വേറെ ഏതോ ഒരു പരിപാടിക്ക് പോകുമ്പോ, വേറെ ആരോ വിളിച്ചൊരു പരിപാടിക്ക് പോകുമ്പോ നമ്മൾ കുറച്ച് ദൂരം ആ പരിപാടി എത്തുന്നതിന്റെ മുമ്പ് സാറ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം അമ്മയുടെ സ്വന്തം സ്ഥലം മാമ്പഴക്കരയാണ്. അപ്പോഴ് നിങ്ങൾക്കൊരു വീട് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞ്, അപ്പോഴത്തേക്കാണ് നമ്മൾ ത്രില്ലായി പോയത്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സാറ് പറഞ്ഞു 3.5 സെന്റ് വസ്തു മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ വേറൊരു എനിക്കൊരു മാമനുണ്ട്, ആ മാമൻ എന്റെ ഫാനാണ്. അപ്പൊ ഒത്തിരി ഫാനുണ്ടോ? ഒരുപാട് ഫാനുണ്ട്. എന്റെ പേരിലുള്ള തന്നെ എന്റെ ദേവ് ടീച്ചർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം എന്റെ മാമന്റെ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ സെല്ല് ഒരു വസ്തു ഉണ്ട്, അത് കൊളക്കോടാണ്. അപ്പൊ ആദ്യം കാണിച്ചത്
ഇത്തിരി നല്ല കാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു വഴി കൂടെ നമ്മൾ കയറിയപ്പം നല്ല കാടൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം വന്നപ്പോൾ അവരൊക്കെ വെട്ടി വൃത്തിയാക്കിയൊക്കെ ഇട്ടു. ഇതിനിടയ്ക്ക് നമ്മൾ അവിടെ പോച്ചയൊക്കെ പറിക്കാനൊക്കെ ആയിട്ട് പോയി. ആ സമയത്ത് അവിടെയൊക്കെ ഇരുന്ന് കളിക്കുകയും ചിരി പറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇതൊക്കെ നന്നാക്കിയതിന് ശേഷം സാറ് വന്നു. എന്നിട്ട് സാറ് പറഞ്ഞു ഇത് ഒരു ലളിതമായിട്ടുള്ള കല്ലിടൽ ചടങ്ങ് വേണോ. അതിനുശേഷം ഒരു ദിവസം സാറ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ലളിതമായിട്ടുള്ളൊരു തറക്കല്ലിടൽ ചടങ്ങ് വേണോന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ദിവസം നമ്മളവിടെ കുറച്ച് വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി അച്ഛൻ ക്ഷീണിച്ച് വന്നിരിക്കുന്ന വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ തുടച്ചിട്ട് അവിടെ നിന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ വന്നു. നോക്കിയപ്പോഴത്തേക്ക് അതില് നമ്മുടെ പഴയ കളക്ടർ വിദ്യ അയ്യർ അവരുണ്ടായിരുന്നു, ആ മേഡം ഉണ്ടായിരുന്നു, പിന്നെ മന്ത്രി ആ പ്രസാദ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൊ അവരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഉണ്ടാന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. സാറ് ലളിത എന്ന് പറഞ്ഞപ്പം കുറച്ച് ആളുകളെ കാണുന്നുള്ളത് നമ്മൾ തീരുമാനിച്ചുള്ളൂ. പക്ഷെ അതിനുശേഷം ആണ് നമ്മൾ രണ്ടുപേരും സാർ ഇതെന്താ കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറച്ചിതൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായി. സർപ്രൈസ് ആയിരുന്നു. ഒരു സമ്മാനം പോലെയായിരുന്നു. അതിനുശേഷം തറക്കല്ലിടൽ ചടങ്ങ് പിറ്റേ ആഴ്ച വന്നപ്പോഴത്തേക്കും ഞാനൊരു കവിത ആദ്യം പാടി. അതിനുശേഷമാണ് ഈ മേഡം വരുന്നത്, കളക്ടർ. ആ മേഡം വരുമ്പോ പാട്ട് പാടുന്നു. ആ മേഡത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മേഡവും 2-3 പാട്ടുകളൊക്കെ പാടി. മേഡവും 2 പാട്ടൊക്കെ പാടി. സാർ മേഡത്തിന് ഒരുപാടൊന്നും അറിയില്ല. പണ്ടത്തെ കവിതകളൊക്കെ ആയിരുന്നു, പണ്ട് പഠിച്ചിട്ടുള്ള കുറച്ച് കവിതകളൊക്കെ ഓർമ്മയുള്ളൂ. അപ്പൊ ഞാൻ സാറിന് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു ഗാനമാണ്. അത് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയൊന്ന് തിരികെ നടക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം, ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. ഈ കവിത. അപ്പൊ സാറ് പറഞ്ഞു ആ കവിത ഒന്ന് പാടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കവിത മുഴുവനും പാടി. ആ മേഡത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ മേഡം കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. ഒന്നും നമ്മൾ വെള്ളമൊക്കെ കൊടുത്തിട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴ് അങ്ങനെ പോയി. അങ്ങനെ സാറിന്റെ ഭാര്യ ടീച്ചർ, അത് ടീച്ചറാണ്. അപ്പൊ ആ ടീച്ചർ ആദ്യമേ വീട്ടിലിരുന്നപ്പോ പറഞ്ഞു, അപ്പൊ നമ്മള് വീട്ടില് ഒരുങ്ങാനൊക്കെ സമയമൊക്കെ ആയി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ചായ കിട്ടോണ്ടിരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു മോളെ ഒന്ന് ഒരുക്കി വിടണോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ ഒരുക്കി ഇട്ടു. അങ്ങനെ അങ്ങുണ്ടാക്കിയപ്പോ സാർ ടീച്ചറൊക്കെ ഉടനെ കാറിലൊക്കെ കയറ്റി വേറെ ഡ്രസ്സൊക്കെ മാറ്റി തന്നു. ഒരു ബാഗ്, ബുക്ക്, സാധനങ്ങളെല്ലാം തന്നു. അപ്പൊ എനിക്ക് നല്ല സന്തോഷമായി. അപ്പം അമേരിക്കയിലെ കുറച്ച് സീജ എന്ന് പറയുന്ന ഒരു ആൻറ്റി, അങ്ങനെ നീനു എന്ന് പറയുന്ന ആൻറ്റി, വിഷ്ണു സാറാണ് അവിടുത്തെ സെക്രട്ടറിയാണ് എനിക്ക് ഈ വീട് വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് പിന്നെ പിറ്റേ ദിവസം അത് മനോരമയില്, മാതൃഭൂമിയിലൊക്കെ വന്നു, പത്രത്തിലൊക്കെ. ഫോട്ടോ പ്ലാനൊക്കെ തന്നോ? പ്ലാനൊക്കെ തന്നു. ഇഷ്ടപ്പെട്ടു. ഒരു സാറിന്റെ വീടിന്റെ 2 നിലയ്ക്കുള്ള ബേസ്മെന്റ് ഒക്കെ ഇടുമെന്നൊക്കെ പറഞ്ഞു. വലിയ വീടാണ്. വലിയ വീടൊന്നും ചെറിയ ഇത് സാറിന്റെ വീട് പോലെ ആയിരിക്കും. നല്ല റൂമായിരിക്കുമല്ലോ. 2 ബെഡ്റൂം ഉണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊരു പ്രത്യേക റൂമും അമ്മയ്ക്കും അച്ഛനും വേറൊരു പ്രത്യേക റൂമും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് അറിഞ്ഞ് അങ്ങനെ വേണ്ട, ഇനിയിപ്പൊ നമ്മളെ കൂടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ആ വീട്ടില് 2 റൂമില്ലയോ? ഒരു റൂം നോക്കാം. അപ്പൊ അതിലുള്ളത് 2 ബെഡ്റൂം, ഒരു അടുക്കള, ഒരു ലിവിംഗ് റൂം, പിന്നെ ഒരു ടോയ്ലറ്റും. ഇത്രയാണ് അതിലുള്ള ഒരു കൊച്ചു വീട്. അപ്പം ഓഗസ്റ്റ് അല്ല പാല് കാച്ച് വേണോന്ന് പറഞ്ഞു. അപ്പോഴവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടന്മാര് പറഞ്ഞു നമ്മളെ റോട്ടീനെ ഇത് ലൈറ്റ് ട്യൂബൊക്കെ ആയിട്ട് DJ ഒക്കെ കളിക്കും എന്നൊക്കെ പറഞ്ഞു. വിളിക്കാം. വിളിച്ചിരിക്കാം. അപ്പം കല്ലിട അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഇഷ്ടമുണ്ട്, എങ്കിലും അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഓഗസ്റ്റിൽ വെയിറ്റിംഗ് പാലുകാച്ചിന് വേണ്ടിട്ട്. ഇപ്പൊ സ്കൂളിലൊരു സെലിബ്രിറ്റി ആണോ?
അതെ. ആണോ? എല്ലാവർക്കും ഇഷ്ടമാണോ ടീച്ചേഴ്സിനൊക്കെ? എല്ലാവർക്കും. പഠിത്തത്തിൽ എങ്ങനെ? പഠിത്തത്തില് കുഴപ്പമൊന്നുമില്ല. പ്രോഗ്രാമൊക്കെ ആയിട്ട് പോകുമ്പോ നമുക്ക് ക്ലാസ് ഒക്കെ മുടങ്ങാറുണ്ടോ? ചിലപ്പോഴൊക്കെ ക്ലാസ് മുടങ്ങാറുണ്ട്. എപ്പോഴെപ്പോഴും ക്ലാസ് ഒന്നും മുടങ്ങാറ്, ചിലപ്പോൾ മാത്രം. അച്ഛനാണോ അമ്മയാണോ കൂടുതൽ പ്രോഗ്രാമിനൊക്കെ കൂടെ വരുന്നത്? പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ രണ്ടാളും വരും. മോള് വേറെ എന്തെങ്കിലുമൊക്കെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് സ്കൂളില് LP സബ് ജില്ലയില് മോണോ ആക്ട്, കവിത, ലളിതഗാനം, അതിനത്രയും ഫസ്റ്റ് എ ഗ്രേഡ് തന്നെയാണ്. മിടുക്കി. അപ്പൊ ഒരു മോണോ ആക്ട് പോരട്ടെ. കഞ്ഞി പൊച്ചുകുറ്റി സുന്ദരിയാവ നല്ല രസം നല്ല. അമ്മേ എന്താ എന്താ ഈശ്വര, ആകെ ഉണ്ടായിരുന്ന കണ്ണാടിയാ, അതും പൊട്ടിച്ചോ നീ? മോള് അപ്പുറത്ത് പോയി നിന്ന് കളിച്ച കേട്ടാ. ഇപ്പം കൊന്നേനല്ലോ മനുഷ്യനെ, എരണം കേട്ട സാധനം. അപ്പൊ അതും പൊട്ടിച്ചൂലേ? പൊട്ടിക്കും. ഇവിടെ ഉള്ളതെല്ലാം പൊട്ടിക്കാൻ ജനിച്ച നശിച്ച ജന്മവാത്. എന്റെ പോരിപ്പ എവിടെയാ എന്തോ. മതി എന്റെ കുട്ടിയെ ശപിച്ചത്. സ്വന്തം മോൻ വഴിപഴിച്ച് പോയതിന് കുറ്റം ഈ കുഞ്ഞിന്. മക്കളെ വളർത്തിയതിന്റെ കുഴപ്പമാ. അത്രയ്ക്കായോ? എന്റെ വീട്ടിൽ നിന്നിട്ട് എന്റെ നേരെ വിരലു ചൂണ്ടുന്നു. കൊത്തി അരിഞ്ഞാൻ നിന്റെ ആ നശിച്ച ജന്മത്തെ കൊണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണം മൂശേ. ലളിതഗാനം ചൊല്ലിയത് ഓർമ്മയുണ്ടോ? സരയൂ നദിയുടെ തീരത്തിരുന്ന് കരയുന്നതാരേ സന്ധ്യയിൽ ഇതൾ വിങ്ങിയുണരും ആമ്പലിൻ മുട്ടും ഇരുൾ നീക്കിയുണരും അമ്പിളിക്കലയും നിറമിഴിയോടിരുന്നു വീണ്ടും നിറമിഴിയോടിരുന്നു. ഹേ രാമ ഹേ രാമ. പിന്നെ കവിത അന്ന് മത്സരത്തിന് ഏത് കവിതയാ ചൊല്ലിയത്? മാപ്പു നൽകൂ പ്രിയവനജ്യോത്സ്നേ, നീ മാപ്പു നൽകുമോ സ്നേഹിച്ച തെറ്റിനായി? കൂടുമാറുന്ന പക്ഷി പോൽ വാടക വീടൊഴിഞ്ഞിന്നു പോവുകയാണു ഞാൻ. മൺവിളക്കുമീ പാത്രങ്ങളും എൻ്റെ പൊന്മുളം തണ്ടുമൊക്കെയുമായിതാ പോകയായി ഞാൻ മാപ്പു ചോദിക്കാതെ പോവതെങ്ങനെയെന്നോർത്തു നിൻ മുൻപിൽ വന്നു നിൽക്കവേ മിണ്ടുവാനാവും നീല അന്തരശ്രുക്കൾ വാക്കുകളാകുമോ? മോൾക്കിനി എന്തൊക്കെയാ സ്വപ്നങ്ങൾ? എന്തൊക്കെയാ? എന്താകണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഭാവിയിൽ എന്താവണം എന്നൊക്കെ ഉണ്ടോ? അങ്ങനെയുണ്ട്. എനിക്ക് ഞാൻ ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ കളക്ടർ ആണോന്നാണ്. അപ്പൊ ഞാൻ കളക്ടർ ആവണമെന്ന് എന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി പഠിക്കുന്നുണ്ടോ? വായിക്കൊക്കെ ചെയ്യാം നന്നായിട്ട്? ഇപ്പോഴേ വായനാശീലമൊക്കെ ഉണ്ടോ? ചിലപ്പോഴൊക്കെ ബുക്കൊക്കെ എടുത്ത് വായിക്കും. അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇത്രയും സപ്പോർട്ട് അച്ഛനും അമ്മയും ആണ് അവളുടെ ഈ കവിതകള് അക്ഷരശുദ്ധി വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ കവിത ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് അവരെ കൂടെ പരിചയപ്പെടണമല്ലോ. അല്ല, ഇന്നത്തെ കാലത്ത് ഇത്രയും കൃത്യമായിട്ട് മലയാളം അക്ഷരസ്ഫുടതയോട് സംസാരിക്കണം, എൻ്റെ മകൾ അങ്ങനെ ആവണം. സാധാരണ ഇപ്പോഴുള്ളൊരു ജനറേഷനിൽ നമ്മൾ കണ്ടുവരുന്നത് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കണം. നമ്മുടെ കുട്ടികൾ മലയാളം പറയുന്നത് തന്നെ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അവളെ ഇപ്പോഴും മലയാള ഭാഷ നന്നായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ തുടങ്ങി വെച്ചതാണ് ഈ കവിത ചൊല്ലൽ. അതവളെ ഇന്ന്
നോക്കിക്കേ, ഈ ഒരു പ്രായത്തിൽ ഒരു വീട് സമ്പാദിച്ചു കൊടുക്കാൻ, ആ കുടുംബത്തിനൊരു വീട് സമ്പാദിച്ചു കൊടുക്കാൻ അവളിലൂടെ കഴിഞ്ഞു. അതൊരു വലിയ ഭാഗ്യല്ലേ? അപ്പൊ അച്ഛനും അമ്മയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് കാണിക്കാം, വിളിക്കാം. അപ്പൊ ദേവിക ഒരു വീടിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ദേവികയും അച്ഛനും അമ്മയും കൂടെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. മോളെ, ഇതാണോ ആ സ്ഥലം? ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? മോക്ക് ഇവിടെ എന്താ ഇഷ്ടപ്പെടാൻ കാര്യം? അവള് പറഞ്ഞു അങ്ങ് ദൂരെ ഒരു ആറൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ അച്ഛന്റെ അമ്മയുടെയും ഭാഗ്യമാണ് ഈ മകള്. ഒരു കവിത കൊണ്ടുവന്ന ശക്തി, ഒരു കവിതയുടെ ശക്തിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ തറക്കല്ലായിട്ട് വീടിനുള്ള തറക്കല്ലിടാനും ഇങ്ങനൊരു സ്ഥലം അവർക്ക് സ്വന്തമാക്കാനും ഒക്കെ കഴിഞ്ഞത് ഈ കൊച്ചു മിടിക്ക് കാരണമാണ് അല്ലേ? പിന്നെ അമ്മയ്ക്ക് എന്താ മോളെ പറ്റി പറയാനുള്ളത്? വളരെ സന്തോഷം. എന്ന് വെച്ചാൽ കുഞ്ഞിലെ ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് വീട്ടിൽ നമ്മൾ ഫ്രീ ആണല്ലോ, അങ്ങനെ ഞാൻ ഫോൺ വഴി പാട്ടുകളൊക്കെ കേൾക്കും. അപ്പോൾ ഇവിടെ കവിതകളൊക്കെ കേൾക്കും. അങ്ങനെ അനിൽ പനച്ചൂരാൻ സാറിൻ്റെ കവിതകളൊക്കെ കേട്ട് അങ്ങനെ അത് 2-3 ഒക്കെ പാടിയപ്പോഴുണ്ട് ഇവള് പറഞ്ഞ് സാറിനെ കാണണമെന്ന്. അപ്പം സാറ് മരിച്ചു പോയ സമയമായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഇങ്ങനെ ഓൺ ചെയ്ത് ഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ മുരുകൻകാട്ടാക്കട സാറിൻ്റെ കവിതകൾ കേട്ടപ്പം ഇവൾക്ക് കൂടെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെ അവള് പഠിക്കാൻ തുടങ്ങിയപ്പോൾ സാറിനെ കാണണമെന്ന്. ഞാൻ പറഞ്ഞു മക്കളെ അതിൻ്റെ ഇപ്പം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു നമുക്ക് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ കാണാൻ പറ്റില്ല എന്നൊരിക്കലും പറഞ്ഞില്ല. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്പർ കിട്ടി. അങ്ങനെ സാറിൻ്റെ വാട്സപ്പിലോട്ട് മോള് പാടുന്ന കവിതകളൊക്കെ അയച്ചു കൊടുത്ത് സാറ് നല്ല സപ്പോർട്ടായിരുന്നു. ഈ കവിതയോട് അമ്മയ്ക്ക് ഇഷ്ടം വരാൻ കാര്യം എന്താ? ഞാനും ഈ ഫോണിൽ കേട്ട് അങ്ങനെ കവിത കേൾക്കല. അപ്പൊ എനിക്ക് കവിതയോട് കൂടുതൽ ഇഷ്ടം തോന്നി. ഇപ്പൊ ചേട്ടൻ പറയുന്നത് ഈ കവിത മാത്രം വെച്ചോണ്ട് സിനിമാ പാട്ടും കൂടെ. ഞാൻ എന്നാലും വളഞ്ഞു തിരിഞ്ഞ് ഈ കവിതയിലോട്ടേ പോവുള്ളൂ. അല്ല, ഒരു 2 ലൈൻ പാടാൻ എനിക്ക് പാടാൻ ചൊല്ലിയാ മതി. അവള് ചൊല്ലുന്ന പോലെ ആവില്ലെന്നറിയാം. കുഴപ്പമില്ല, മോള് പാടും. ഞാൻ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും ആരുടെ കവിതയാ കൂടുതൽ ഇഷ്ടം? ഇഷ്ടം സാറിന്റെ കവിതകളാണ്. പിന്നെ അനിൽ പനച്ചൂരാൻ സാറിന്റെ കന്നഡ ഇഷ്ടമുണ്ട്. കന്നഡയുടെ 2 പേര് എന്തായാലും കന്നഡ വെച്ചിട്ടുണ്ടോ? അല്ല ചൊല്ലിക്കോ. ഇല്ല മോള് കുഴപ്പമില്ല. സാറിന്റെ കന്നഡ ഇഷ്ടമുണ്ട്, രേണുക ഇഷ്ടമുണ്ട്, സാറിന്റെ മിക്ക എല്ലാ കവിതകളും ഇഷ്ടമുണ്ട്. ഇപ്പൊ ഈ ആദ്യമായിട്ട് ഫ്ലവേഴ്സ് ചാനലില് മോള് വന്നല്ലോ, ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. അത് വന്നപ്പോ എന്താ മനസ്സിൽ തോന്നിയത്? ഫസ്റ്റ് മനസ്സിൽ തോന്നിയതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാര്യം മുരുകൻകാട്ടാക്കട സാറിന് അത്രത്തോളം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. സാറ് ഞങ്ങളുടെ ദൈവമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ വീട് കിട്ടി അവള് പറഞ്ഞു, അവള് ത്രില്ലടിച്ചു പോയി. അപ്പോഴത്തെ ഒരു അനുഭവം അയ്യോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല മാഡം. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഈ മോളെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ജീവിതത്തിൽ ഓരോ പ്രോഗ്രാമിന് പല സ്ഥലങ്ങളിലും പോകണുണ്ട്. പിന്നെ മോളെത്തി കൂടെ ഒന്ന് ലോക മലയാളികൾ അറിയപ്പെട്ടു. പിന്നെ അവളെ വലിയൊരു സ്വപ്നമാണെന്ന് പറഞ്ഞു, നമുക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളൊക്കെ പോകണം എന്നുള്ളത് അല്ലേ? അമേരിക്കയിലൊക്കെ പോവുമായിരിക്കില്ല, ഇപ്പൊ അവര് കൊണ്ടുപോകുമായിരിക്കും, ദുബായി അല്ലേ? അവളുടെ ഒരു ആഗ്രഹമാണത്. അവള് പറഞ്ഞു അല്ലേ പോണം. പാസ്പോർട്ടൊക്കെ ഉണ്ടോ? പാസ്പോർട്ട് അച്ഛനോട് ചോദിക്കണം. പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ അച്ഛനും അമ്മയും ശരിയാക്കും കേട്ടോ. ഒക്കെ പോകാൻ പറ്റുള്ളൂ, മെഡിക്കല്ലേ. പിന്നെ കളക്ടർ ആവണമെന്ന് പറഞ്ഞത്, ഡോക്ടർ ആവണം, കളക്ടർ ആവണം. അപ്പൊ ഡോക്ടർ ആയതിനു ശേഷം കളക്ടർ ആവാം. ഇനി അച്ഛനെയും കൂടെ കൊടുക്കാം. കുഞ്ഞായിരുന്നപ്പോൾ ചെറുതായിട്ട് മൂളിപ്പാട്ടുകൾ പാടുമായിരുന്നു. അങ്ങനെ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ബേഡി മോൾക്ക് ഇത്തിരി സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടത വരാൻ വേണ്ടി നമുക്ക് കവിത ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ കവിതകൾ ഇങ്ങനെ അവള് പഠിപ്പിച്ച് യൂട്യൂബിൽ നിന്ന് കവിതകൾ എടുത്ത് ഇങ്ങനെ പഠിപ്പിച്ച് തുടങ്ങിയതാണ്. അത് അപ്പോഴേ ഇവിടെ ഈ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ കവിതകൾ ഇങ്ങനെ യൂട്യൂബ് വഴിക്കും മോളെ കേൾപ്പിക്കുന്നതും. അപ്പോഴും 7 മിനിറ്റ് 8 മിനിറ്റുള്ള കവിതകളൊക്കെ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൾ കറക്റ്റ് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബുക്ക് പേജിൽ 4-3 പേജുള്ള കവിതകൾ അവൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ബൈഹാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ കവിതയിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ അനിൽ പനച്ചൂരാൻ സാറിൻ്റെയും മുരുകൻകാട്ടാക്കട സാറിൻ്റെ കവിതകൾ വരുമ്പോൾ ഇവർക്ക് പ്രത്യേക ഒരു ഫീലാണ് വരുന്നത്. അത് ചൊല്ലാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഒരു മോളേ ഉള്ളൂ. ഒരു മോളേ ഉള്ളൂ. ഒത്തിരി ലേറ്റ് ആയിട്ട് 18 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയ മോള.
18 കൊല്ലം കഴിഞ്ഞിട്ടൊരു മാണിക്യത്തെ. അതെ അതെ. ഇന്ന് ലോക മലയാളികൾക്കെല്ലാം അറിയപ്പെടുന്ന ഒരു മോളായി അതിൽ വളരെ അഭിമാനമുണ്ട്. എൻ്റെ മോൾക്ക് ഇത് സാധിച്ചല്ലോ. സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. ഇവിടെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നല്ല ഒരാഴ്ച മുന്നേ എന്തോ ആക്സിഡന്റ് പറ്റി ഒരുപാട് സ്റ്റിച്ചുണ്ട്. പിന്നെ ഇവള് ഇത് കൂടാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഈ കവിത ചൊല്ലലല്ലാതെ അവള് സിനിമ പാട്ടുകളൊക്കെ പാടും. അല്ലാതെ എപ്പോഴും കളിയാണ്. ഡബിങ് ചെയ്യുന്നുണ്ട്. ഡബിങ് ഒരു ഫിലിമില് ഒരു തെലുങ്ക് സിനിമ മലയാളം ഡബ് ചെയ്ത കാട്ടമരായിട് എന്ന് പറഞ്ഞ സിനിമയിൽ നാസറിന്റെ വീട്ടിലൊരു നാസറിന്റെ ഒരു കുഞ്ഞു ചെറുകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നും സമ്മതം എന്ന് പറഞ്ഞ സീരിയലിന് ഒരു കുട്ടിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദേവികയ്ക്കൊരു കവിതക്കൂട്, അതാണ് നമ്മൾ തറക്കല്ലിട്ടത് കണ്ടല്ലോ. ഇത് ആരാണ് തരുന്നത് ഈ വീട്? ഇത് അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ മലയാളി അസോസിയേഷൻ എന്നൊരു സംഘടനയാണ് തരുന്നത്. അവർ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുരുകൻ സാറ് അമേരിക്കയിൽ പോയ സമയത്ത് മോൾക്ക് ഇങ്ങനെ വസ്തുവും വീടും ഇല്ല എന്ന് അസോസിയേഷൻ അറിയിക്കുകയും 1 മണിക്കൂറിനകത്ത് തന്നെ അവർ അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും വസ്തുവും വീടും വസ്തു വാങ്ങി വീട് വെച്ച് തരും എന്ന് പറഞ്ഞ തീരുമാനത്തിലെത്തുകയും അങ്ങനെ നവംബറിൽ 3.5 സെൻറ്റ് വസ്തു വാങ്ങി രജിസ്ട്രേഷൻ കഴിയുകയും മെയിൽ തറക്കല്ലിടുകയും ചെയ്തു. 7-ാം തീയതി തറക്കല്ലിടുകയും ചെയ്തു. പാല് കാച്ച് സാറ് പറയുന്നത് ഓഗസ്റ്റിൽ പാല് കാച്ചണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുരുകൻ സാറ് പറഞ്ഞിരിക്കുന്നത്. അത് നടക്കും. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അവൾക്ക് സ്വന്തമായിട്ടൊരു വീട് ആയെന്നൊരു വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. മോള് ഈ സിനിമ പാട്ടൊക്കെ പാടുവോ? ഏതാ മലയാളം ഒരു ഫിലിം സോങ് പാടാമോ? പാടിക്കും. പള്ളിയരമന വെള്ളിയരമനയിൽ പൊന്നു കൊണ്ടൊരാൾ രൂപം, ചിത്രമണിയറ മുത്തുമണിയറയിൽ ശില്പി തീർത്തൊരാൾ രൂപം, സ്വപ്നശില്പി തീർത്തൊരാൾ രൂപം. പള്ളിയരമന വെള്ളിയരമനയിൽ പൊന്നു കൊണ്ടൊരാൾ രൂപം, ചിത്രമണിയറ മുത്തുമണിയറയിൽ ശില്പി തീർത്തൊരാൾ രൂപം, സ്വപ്നശില്പി തീർത്തൊരാൾ രൂപം. മോണോ ആക്ട്, കവിത ചൊല്ലും, സീരിയലിൽ ഡബ് ചെയ്തു. പിന്നെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? പിന്നെ ഡാൻസ് ചെയ്യോ? ഡാൻസ് ചെയ്യും. പോരട്ടെ. പമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ മൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ, വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുൻപിൽ. വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ, കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ, അയ്യപ്പൻ കളപച്ചാർ തണിയാൻ നിൽക്കുമ്പോൾ, നീ അഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരു അമൃതേക്കം സ്വാമിക്ക്. മോക്ക് എന്തോ കഴിക്കാനാ ഇഷ്ടം? എനിക്ക് ബിരിയാണി, പൊറോട്ട അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴുടനെ വില കിടന്ന് കളിക്കാൻ തോന്നും. അതുകൊണ്ടാണ് ശരീരത്തില്ലാത്തല്ലേ. ഇനി മോള് എന്താണ് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കവിതകൾ ചൊല്ലണം. അപ്പൊ മോക്ക് ഇഷ്ടമുള്ള കവിതകൾ ചൊല്ലിക്കും. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ, പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ, പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ. എൻ മണിയറയ്ക്കുള്ളിലുള്ളോരെ നിർമ്മല രാഗസൗരഭം, ഇങ്ങു നിന്നു പൊമ്മന്ദവായുവും അങ്ങു വന്നരുളിയിലെന്നോ. എൻ മണിയറയ്ക്കുള്ളിലുള്ളോരെ നിർമ്മല
പിന്നെ വിധം വ്യർത്ഥ സന്ദേശമേകി ഞാൻ കഷ്ടമെന്തിനു പിന്നെ വിധം വ്യർത്ഥ സന്ദേശമേകി ഞാൻ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ. ഇപ്പൊ ഈ കവിത നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നത് ഒരു ഹിറ്റായ പടത്തിലെ വരികളായിട്ടാണ്. അപ്പൊ ആ ട്യൂണിൽ മോക്കൊന്ന് പാടാൻ പറ്റുമോ? അപ്പൊ ഒന്ന് പാടിക്കാം. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ പ്രാണനായക താവകാഗമ പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ. എന്താ പറയുന്നേ എന്നുവെച്ചാൽ മറ്റത് പാടുമ്പോ ആ ഒരു രണ്ട് ഭാവങ്ങൾ അവളുടെ മുഖത്ത് ഭാവങ്ങൾ മിന്നി പറയുന്നത് വളരെ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ പോലെ അങ്ങനാണ്. പിന്നെ മോള് കന്നഡ കവിത അറിയോ? കന്നഡ. അപ്പൊ അത് 4 വരിയേ. എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം. ഇനി ഏതാ ചൊല്ലാൻ പോകുന്നത്? ബാഗ്ദാദ്. മണലു കരിഞ്ഞു പറക്കുന്നെന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു മണലു കരിഞ്ഞു പറക്കുന്നെന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇപ്പൊ നമ്മളെല്ലാവരും ജീവിക്കുന്നത് യുദ്ധങ്ങളുടെ കാലഘട്ടത്തിലാണ്. യുദ്ധം ഒരു ഇപ്പൊ എപ്പോഴും കേൾക്കുന്നതാണ് ന്യൂസിനകത്തൊക്കെ ആണെങ്കിലും. അപ്പൊ അതിനെ പറ്റിയിട്ട് മുരുകൻ കാട്ടാക്കട സാർ എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്. അതിന്റെ ഒരു 2 വരി മോള് ചൊല്ലും. മുൻപിലായിരുട്ടതിൻ കരാള താണ്ഡവം പിന്നിലായി കൈകൾ കെട്ടി നിൽപ്പു സൂര്യനും മുന്നിലായിരുട്ടതിൻ കരാള താണ്ഡവം പിന്നിലായി കൈകൾ കെട്ടി നിൽപ്പു സൂര്യനും മുന്നിലെ ചെറുവിരൽ അനക്കമൊന്നു കാണുകിൽ പിന്നെ പുറം തിരിഞ്ഞ സൂര്യനാണു നായകൻ കൈക്കരുത്തുകൊണ്ടു കാലമേ കണക്കു തീർക്കുകിൽ കാട്ടുപന്നി പോലെ കാടകം മതിച്ചൊടുക്കുകിൽ ചത്ത മണ്ണിൽ നിന്നൊരൊറ്റ വിത്തു പൊന്തി വന്നിടും ചത്ത മണ്ണിൽ നിന്നൊരൊറ്റ വിത്തു പൊന്തി വന്നിടും കെട്ടതാ മഹന്ത നിന്റെ കൊമ്പവൻ തകർത്തിടും കൈക്കരുത്തുകൊണ്ടു കാലമേ കണക്കു തീർക്കുകിൽ കാട്ടുപന്നി പോലെ കാടകം മതിച്ചൊടുക്കുകിൽ ചത്ത മണ്ണിൽ നിന്നൊരൊറ്റ വിത്തു പൊന്തി വന്നിടും കെട്ടതാ മഹന്ത നിന്റെ കൊമ്പവൻ തകർത്തിടും. മോള് കവിതയൊക്കെ എഴുതുന്നുണ്ടോ? മോള് എഴുതിയ കവിതയുടെ ഒക്കെ പേരൊന്ന് പറ. നിന്റെ പേര് അച്ഛനും ചിരിക്കുന്നു. പറഞ്ഞോ ധൈര്യമായിട്ട്. ഒരു ആത്മജീവൻ. ഓ
അത് ഒരു അല്ല അവൾ ആ ചെറിയ പ്രായത്തില് നമ്മളത് പ്രോത്സാഹിപ്പിക്കണം. മോള് എഴുതണം മോളെ, മോക്ക് അതിനുള്ള കഴിവുണ്ട്. പിന്നെ ഒരു പ്രണയ കവിത, പിന്നെ ഒരു ജീവൻ എന്ന കവിത. അപ്പൊ അത് ഒരു രണ്ടുപേരും ചൊല്ലാമോ? ഏതെങ്കിലും മോള് എഴുതിയതല്ലേ, ഏതായാലും. തിരുവിൽ തുടിക്കുന്നു ഒരു ആത്മജീവൻ, ഇവിടെ തുടിക്കുന്നൊരാത്മജീവൻ. തെരുവിൽ തുടിക്കുന്നൊരാത്മജീവൻ, ഇവിടെ തുടിക്കുന്നൊരാത്മജീവൻ. എല്ലായിടവും മൂന്നിടത്തുമുണ്ടോ ഈ ഒരു കുഞ്ഞു ആത്മജീവൻ. ഇടുക്കി മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലൊക്കെ ഒത്തിരി ഇതുള്ള കുട്ടിയാണ് അല്ലേ? അപ്പൊ അത് ഈ ആരാ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ? അമ്മ പറഞ്ഞു തരും. മക്കള് ജോലി ചെയ്ത് കിട്ടുന്നതിന്റെ കുറച്ച് പങ്ക് പാവപ്പെട്ടവർക്കും കൂടെ കൊടുക്കണമെന്നൊക്കെ പറയും. അപ്പോഴ് ഞാൻ ഇങ്ങനെ വഴിയിലൊക്കെ കാണുന്നവർക്കൊക്കെ കൊടുക്കും. ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അമ്മേരെ എന്നൊക്കെ പൈസ ചോദിച്ച് കൊടുക്കും. ഇങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട്. ആണോ? എവിടെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്? ചന്തര് അവിടെയൊക്കെ ഇരിക്കുന്ന, പിന്നെ ക്ഷേത്രത്തില് കാണിക്കിടുവോ? കാണിക്കിടാം. അങ്ങനെ ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ പോയ സമയത്ത്, അച്ഛൻ എപ്പോഴാ അറിയുന്നത്? ഞാനും അച്ഛനും കൂടെ പോയ സമയത്ത് അച്ഛൻ്റെ പൈസ ചോദിച്ചിട്ട് ഞാൻ ആ അമ്മയ്ക്ക്, അവിടെ ഒരു അമ്മൂമ്മ ഇരുന്ന ആ അമ്മയ്ക്ക് കൊടുത്തു. അതെ, ദൈവത്തിനല്ലല്ലോ ആവശ്യം, അമ്മൂമ്മയ്ക്കല്ലേ ആവശ്യം. വെരി ഗുഡ്. മോൾക്ക് കവയത്രിമാരിൽ ആരുടെ കവിതയാ കൂടുതൽ ഇഷ്ടം? സുഗതകുമാരി ടീച്ചറിന്റെ. സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിത 4 വരി ചൊല്ലി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴു തിന്ന മാമരക്കൊമ്പ് തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. അപ്പോൾ മോളും ഇനി സുഗതകുമാരി ടീച്ചറെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു കവയത്രി ആവണം കേട്ടോ. കവയത്രി ആകുന്നത് കൂടാതെ കളക്ടർ, ഡോക്ടർ, അത് മറക്കണ്ട. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആഗ്രഹം മോളുടെ ആഗ്രഹമാണ്. അപ്പം മോളെ, ഈ മോളുടെ ഇപ്പം ഈ ഉയർച്ചയ്ക്കെല്ലാം കാരണം ആരാണ്? ശ്രീ മുരുകൻ കാട്ടാക്കട സാറാണ് അല്ലേ? അപ്പൊ നമുക്ക് സാറിന്റെ ഇഷ്ടമുള്ള ഏതെങ്കിലും കവിതയുടെ 4 വരി ചൊല്ലിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ശ്യാമേ മേഘമേ മുഖം വീർപ്പിച്ചിരിക്കാതെ തോരാതെ പെയ്യുക. ശ്യാമേ മേഘമേ മുഖം വീർപ്പിച്ചിരിക്കാതെ തോരാതെ പെയ്യുക. എത്തിപ്പെടാത്ത ദൂരത്തിലായി നിൽക്കാതെ തെച്ചിപ്പഴങ്ങൾക്കു തേനാവുക. എത്തിപ്പെടാത്ത ദൂരത്തിലായി നിൽക്കാതെ തെച്ചിപ്പഴങ്ങൾക്കു തേനാവുക. ശ്യാമേ മേഘമേ മുഖം വീർപ്പിച്ചിരിക്കാതെ തോരാതെ പെയ്യുക. അപ്പൊ ഈ കൊച്ചു മിടുക്കിയെ എനിക്ക് ഇവിടെ മൊത്തത്തിൽ പരിചയപ്പെടുത്താനൊന്നും പറ്റില്ല, അത്രമാത്രം പവർ പാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കവിത മാത്രം ചൊല്ലുമെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് കവിത, സിനിമ പാട്ട്, ഡാൻസ്, ഡബ്ബിങ്, എനിക്കറിയില്ല, മോണോ ആക്ട്, അവൾക്കറിയാത്തതായിട്ടൊന്നുമില്ല. നമ്മളൊക്കെ ഈ വിദേശത്തുള്ള പലരും, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ദുബായിലാണെങ്കിലും അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ കവിയരങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകും. ഈ മോളെ നിങ്ങൾ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂർ നിങ്ങളെ പിടിച്ചിരുത്താനുള്ള അത്രയും കഴിവ് അവൾക്കുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും എനിക്കറിയില്ല, ഞാനൊക്കെ ഈ ചൂടുകൊണ്ട് നമ്മൾ നന്നായിട്ട് തളർന്നു. അവൾക്ക് ഇത്രയും നേരം ഇത് ചൊല്ലുന്നതിനാണെങ്കിലും ഓരോ കാര്യങ്ങൾ പറയുന്നതിനാണെങ്കിലും ഒക്കെ എത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, എല്ലാ കഴിവുകളും അവൾക്ക് അറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം അനുഗ്രഹമുള്ളൊരു കുട്ടിയാണ്. അച്ഛൻ്റെ അമ്മയ്ക്കും എന്നും അവൾ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, അതാണല്ലോ വേണ്ടത്. പിന്നെ അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്.
അവൾ പറഞ്ഞല്ലോ ഈ സ്വപ്നത്തിനോടൊപ്പം തന്നെ അവൾ മറ്റുള്ളവരോട് സഹായിക്കണം എന്നുള്ളൊരാഗ്രഹം കൂടിയുണ്ട്. അവൾക്ക് 1 പൈസ കിട്ടിയാലും അതിൽ നിന്നൊരു ശതമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കും എന്ന് അവൾ ആ കൊച്ചു മനസ്സിൽ അതുപോലെ ഉണ്ട്. അപ്പം അത്രയും നല്ലൊരു മോളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം നടത്താനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വിദേശത്താണെങ്കിലും അവളുടെ അച്ഛനെ കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളിയുടെ നമ്പർ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. മോൾക്ക് എന്താ പറയാനുള്ളത്? എനിക്കങ്ങനൊന്നും പറയാനൊന്നുമില്ല. എന്നാലും അവരോട് എന്താ മോക്കുള്ള ആഗ്രഹം എന്താണ്? എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഞാൻ കവിതയൊക്കെ ചൊല്ലിത്തരാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, പക്ഷെ അച്ഛൻ്റെ പേരിലായതുകൊണ്ട് ആരും അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൾ ഇനിയിപ്പോൾ അവളുടെ പേരിലൊരു യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അതിനകത്ത് അവളുടെ വിശേഷങ്ങളൊക്കെ കാണാം, വീട് വെക്കുന്നതും അല്ലേ. കളക്ടറൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കില്ലേ, വീഡിയോ എടുത്ത് അവൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അവൾ വളരെ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ വേണ്ടേ ഇങ്ങനെയുള്ള മക്കളെ പ്രോത്സാഹിപ്പിക്കാൻ. ഇന്നത്തെ ദേവികയുമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും.